Welcome to New Face. I am Dr. Matthew PC. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ക്ലെഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ മുറി അണ്ണാക്ക്. ക്ലെഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ മുറി അണ്ണാക്ക് ക്ലെഫ്റ്റ് ലിപ്പ് പോലെ തന്നെ അതൊരു കഞ്ചനറ്റൽ അനോമലിയാണ്. ക്ലെഫ്റ്റ് പാലറ്റ് ക്ലെഫ്റ്റ് ലിപ്പ് പോലെ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് അൾട്രാസൗണ്ട് മുഖേനയാണ്. ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. ക്ലെഫ്റ്റ് ലിപ്പ് അൾട്രാസൗണ്ടിൽ ഡിറ്റക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഐസൊലേറ്റഡ് ക്ലെഫ്റ്റ് പാലറ്റ് ഡിറ്റക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഒന്നെങ്കിൽ എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റ് വേണം, അല്ലെങ്കിൽ അതൊരു 4D അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ജനിച്ചതിന് ശേഷമായിരിക്കും മിക്ക പേരൻസും ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ അന്ന് അത് ഒരാളുടെ കുറ്റമോ ഒന്നുമല്ല. കാര്യം ക്ലെഫ്റ്റ് പാലറ്റ് ഡിറ്റക്ട് ചെയ്യാൻ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അൾട്രാസൗണ്ട് മുഖേന. സോ ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമാണ് നിങ്ങൾ ക്ലെഫ്റ്റ് പാലറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മിക്ക പേരൻസിൻ്റെയും ഏറ്റവും വലിയൊരു ഡൗട്ട് എന്തെന്ന്, എൻ്റെ കുട്ടിക്ക് സംസാരശേഷി നഷ്ടപ്പെടുമോ ഇല്ലയോ. അത് തെറ്റാണ്. അങ്ങനൊരു ചിന്തയെ വേണ്ട. ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഇതാണ്. ഒന്ന്, സംസാരത്തിൻ്റെ സ്ഫുടത. രണ്ട്, കുട്ടികൾ കഴിക്കുമ്പോൾ അത് മൂക്ക് വഴി ഭക്ഷണങ്ങൾ വരും. സോ ഇത് രണ്ടുമാണ് ക്ലെഫ്റ്റ് പാലറ്റ് ഉള്ള കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് കാരണങ്ങൾ. ക്ലെഫ്റ്റ് പാലറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ടൈമിലാണ്? ക്ലെഫ്റ്റ് പാലറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 8 കിലോ അല്ലെങ്കിൽ 12 മാസം ആകുമ്പോഴാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലെഫ്റ്റ് പാലറ്റ് സർജറിയെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, മുൻചുരി ചെയ്യുന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റേ 2 ദിവസത്തേക്കാണ്. ഓപ്പറേഷന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ 2 ആഴ്ചയാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ നമ്മൾ ആ സൈറ്റ് ക്ലീൻ ചെയ്യാൻ ഒക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു മുറി അണ്ണാക്കുള്ളൊരു കുട്ടി നമ്മൾ ചെയ്യുന്നത് 12 മാസത്തിലാണ്. സർജറിക്ക് ശേഷം ആ കുട്ടി വാ തുറന്നു തരുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഡയറ്റ് റെസ്ട്രിക്ഷൻ ചെയ്യുന്നതാണ് സർജറിക്ക് ശേഷം. സർജറിക്ക് ശേഷം കുട്ടികളുടെ സ്ഫുടത നന്നാക്കുന്നതിന് വേണ്ടി സ്പീച്ച് തെറാപ്പി മാൻഡേറ്ററി ആണ്. സ്പീച്ച് തെറാപ്പി തുടർച്ചയായിട്ട് കൊടുക്കേണ്ടതാണ്. അതൊരു 5 വയസ്സ് വരെയെങ്കിലും സ്പീച്ച് തെറാപ്പി കൊടുക്കേണ്ടതാണ്. ക്ലെഫ്റ്റ് പാലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അധികം അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ചെന്ന് കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.